എല്ലാവർക്കും RJ's മൈൻഡ് പവർ ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് വീണ്ടും ചിന്തയെക്കുറിച്ച് തന്നെ പറയാം. കാരണം ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ വളർത്തുന്നതിൻ്റെ അടിസ്ഥാന ഘടകമാണ് ചിന്ത എന്ന് പറയുന്നത്. ആ ചിന്ത എങ്ങനെ ഇരിക്കുമോ അതേപോലെയാണ് പിന്നീട് നമ്മുടെ ജീവിതവുമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ ചിന്തയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ജീവിക്കാൻ വേണ്ടി പഠിക്കാറുണ്ട്, ഒരു തൊഴിൽ കിട്ടാൻ വേണ്ടി, അതിൽ നിന്നൊരു ജോലി സമ്പാദിക്കാൻ വേണ്ടി എല്ലാം നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് ജീവിതത്തെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. എങ്ങനെ ജീവിച്ചാലാണ് നമ്മൾക്ക് സന്തോഷം നിറഞ്ഞ ഒരു ശാന്തി നിറഞ്ഞ ജീവിതത്തിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. അതിൻ്റെ അടിസ്ഥാനപരമായി നമ്മൾ അറിയേണ്ട കാര്യമാണ് എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന്. നമ്മൾക്ക് അങ്ങനെ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നറിയുന്നതിനേക്കാളും മുൻപേ എന്താണ് ഈ ചിന്ത, എവിടെ നിന്നാണ് ഇത് വരുന്നത്, ഈ തോട്ടെല്ലാം നമ്മുടെ മനസ്സിലേക്ക് എന്നറിയണം. അതായത് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന ഇൻഫോർമേഷനുകളാണ് പിന്നെ ചിന്തകളായിട്ട് മാറുന്നത്. നമ്മൾ ഈ ലോകത്ത് കണ്ടിട്ടില്ലാത്ത, നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത, തൊട്ടോ കണ്ടോ മണത്തോ സ്പർശിച്ചോ അങ്ങനെ കേട്ടോ ഒന്നും അറിയാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾക്ക് എങ്ങനെയാണ് ചിന്തിക്കാൻ പറ്റുക? നമ്മൾ എന്തൊരു ഇമാജിനേഷനിലേക്ക് നമ്മൾക്ക് വരുന്നതിനേക്കാളും മുന്നേ തന്നെ അതിനെക്കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ നമ്മുടെ മനസ്സിൽ വന്നുപെട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ എയ്റോപ്ലെയിൻ കണ്ടുപിടിക്കുന്നതിനേക്കാളും മുന്നേ എങ്ങനെയാണ് എയ്റോപ്ലെയിൻ കണ്ടുപിടിക്കണമെന്നുള്ളൊരു ആശയത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കുക. അത് പക്ഷികൾ പറക്കുന്നത് കണ്ടപ്പോഴായിരിക്കുമല്ലോ അവർക്ക് അതുപോലെ പറക്കണമെന്ന് തോന്നിയപ്പോഴാണ് മനുഷ്യൻ എയ്റോപ്ലെയിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോഴാണ് നമ്മൾക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായി തന്നെ നമ്മൾ എന്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ 5 സെൻസസിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ മാത്രം കാണാനും കേൾക്കാനും സ്പർശിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുക. അറിയാതെ നമ്മൾ പോകുന്ന വഴികളിലൂടെയൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾക്ക് നമ്മുടെ കണ്ണിലും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൊക്കെ ചെന്നുപെടാം. പക്ഷെ അത് നമ്മൾക്ക് വേണ്ടതല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനോ അതിലേക്ക് ആഴത്തിലിറങ്ങിപ്പോകാനോ വീണ്ടും വീണ്ടും ആവർത്തിച്ചത് കാണാനോ ഒന്നും ഇടവരുത്താതിരിക്കുക. കാരണം അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് സക്സസ് ആണോ അല്ലെങ്കിൽ ഒരു ഫെയിലിയർ ആയിട്ടാണോ മാറുന്നത് എന്ന് തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ആ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന ഇൻഫോർമേഷനുകളാണ്. ആ ഇൻഫോർമേഷനുകളെ നമ്മൾ പലതവണ ആവർത്തിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ചെടികൾ, അതായത് ആ വിത്തുകൾ അവിടെ മുളച്ചു തുടങ്ങും. അപ്പോൾ ഏത് വിത്താണ് മുളയ്ക്കേണ്ടത്, നമ്മുടെ ലൈഫ് ഏത് രീതിയിലുള്ള ഒരു വടവൃക്ഷമായാണ് മാറേണ്ടത് എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. അതിനു വേണ്ടിയാണ് പറയുന്നത് അടിസ്ഥാന ഘടകം തോട്ടുകളാണ്. വേസ്റ്റ് തോട്ട് ഉണ്ടാവും. വേസ്റ്റ് തോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ആവശ്യമില്ലാത്ത തോട്ടുകൾ. ആ ആളുകൾ പലതും നമ്മളെക്കുറിച്ച് പറയുക, പല ആളുകളും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ആവശ്യമില്ലാത്ത വ്യക്തികളെക്കുറിച്ച് വെറുതെ ഇരുന്ന് ഓരോ ന്യൂസുകളും കേൾക്കുന്നതായിരിക്കാം. നമ്മൾക്ക് ഒരു ഇടപെടലുകളും നടത്താൻ പറ്റാത്ത പല ന്യൂസുകളെക്കുറിച്ചും ഇരുന്നുള്ള ചർച്ചകളായിരിക്കാം. ഇതെല്ലാം വേസ്റ്റാണ്. നമ്മൾ ഒരു കാര്യത്തെ കേൾക്കുമ്പോഴോ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോഴോ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും സമയം ഞാൻ ഇതിനായി ചിന്തിക്കുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഫലം എനിക്കോ എൻ്റെ കൂടെയുള്ളവർക്കോ ഈ സമൂഹത്തിനോ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു ഉപകാരവും ഇല്ല എന്നുണ്ടെങ്കിൽ അത് വേസ്റ്റ് തോട്ടാണ്. അപ്പോൾ അവിടെ വെച്ച് അതിനെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് റിച്ച് തോട്ടാണ്. അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ടായിരിക്കും. ഡേ ടു ഡേ ലൈഫിലാണെങ്കിലും ഓഫീസിലെ കാര്യങ്ങളുണ്ടായിരിക്കാം, വീട്ടിലെ കാര്യങ്ങളുണ്ടായിരിക്കാം, കുട്ടികളുടെയും അച്ഛനമ്മമാരുടെയും അവനവൻ്റെയും ഒക്കെ കാര്യങ്ങൾ പലതും നമ്മൾക്ക് ചെയ്യേണ്ടതുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം.
അതാണ് എന്ന് പറയുന്നത് റിച്ച് തോട്ട്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. പിന്നെ വരുന്നതാണ് ക്രിയേറ്റീവ് തോട്ട് എന്ന് പറയുന്നത്. ക്രിയേറ്റീവ് തോട്ട് എന്ന് പറഞ്ഞാൽ പുതിയ ഐഡിയകളൊക്കെ ആലോചിച്ച് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങി അങ്ങനെ നമുക്കും നമ്മുടെ ഭൂമിക്കും നമ്മുടെ കൂടെയുള്ളവർക്കും എല്ലാവർക്കും നല്ല പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള പല കാര്യങ്ങളെക്കുറിച്ചും നമ്മളിങ്ങനെ കണ്ടുപിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് ക്രിയേറ്റീവ് തോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്ത് മതി? നമുക്ക് റിച്ച് തോട്ടും ക്രിയേറ്റീവ് തോട്ടും മതി, നമുക്ക് വേസ്റ്റ് തോട്ട് വേണ്ട. കാരണം നമ്മുടെ ഇനിയുള്ള ജീവിതത്തെ മെനഞ്ഞെടുക്കുന്നത്, പണിതെടുക്കുന്നത് ആ തോട്ടുകളാണ്. അപ്പോൾ അതിൽ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ പറയുന്നുണ്ടല്ലോ, വി ക്യാൻ ചേഞ്ച് അവർ ഡെസ്റ്റിനി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഡെസ്റ്റിനിയെ നമ്മൾക്ക് മാറ്റാനായിട്ട് സാധിക്കുക? നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നമ്മൾ എന്തെങ്കിലും വേറെ കാര്യം ചിന്തിക്കുമ്പോൾ ആലോചിക്കുക, ഇത് നമ്മൾക്ക് ആവശ്യമുള്ളതല്ലെങ്കിൽ വേണ്ട, വിട്ടുകളയുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണിത് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്ന് തീരുമാനിക്കാൻ നോക്കുക. ഇപ്പോൾ നമ്മളായിട്ട് ഒരാൾ തല്ലുകൂടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക. ആ വ്യക്തി തല്ലുകൂടിയ കാര്യത്തെക്കുറിച്ച്, ആ വ്യക്തി എന്നോട് പിണങ്ങിയിരിക്കുകയാണല്ലോ എന്നതിനെക്കുറിച്ചായിരിക്കും ആലോചിക്കുക. അപ്പം യഥാർത്ഥത്തിൽ ആ വ്യക്തി നമ്മളോട് പിണങ്ങിയിരിക്കുന്നതാണോ ഇഷ്ടം, അല്ലെങ്കിൽ ആ വ്യക്തി നമ്മളോട് ഇഷ്ടപ്പെട്ടിരിക്കുന്നതാണോ നമ്മൾക്കിഷ്ടം? നമ്മൾക്ക് വേണ്ടത് എന്താണ്? ആ വ്യക്തി നമ്മളോട് അടുക്കണം എന്നുള്ളതാണ് നമ്മൾക്ക് താല്പര്യം. അപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്? ആ വ്യക്തി എങ്ങനെയാണ് നമ്മളോട് അടുപ്പത്തിലാകുക എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. പിന്നെ ഇപ്പോൾ കടമുള്ള ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ കടം നമുക്ക് വരുന്നതാണോ ഇഷ്ടം, അല്ലെങ്കിൽ കടമില്ലാതെ നമ്മൾ നല്ല പണക്കാരായിട്ടിരിക്കുന്നതാണോ, സാമ്പത്തിക ഭദ്രതയോടുകൂടി ഇരിക്കുന്നതാണോ ഇഷ്ടം? അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾക്ക് വേണ്ടത്? അവിടെ സാമ്പത്തിക ഭദ്രതയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത്? സാമ്പത്തിക ഭദ്രത എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ എങ്ങനെയാണ് ഈ കടം ഉണ്ടാവുക, കടം എങ്ങനെയാണ് മാറ്റുക, ഇനിയും ഞാൻ എവിടെ നിന്ന് കടമെടുത്താലാണ് എനിക്ക് നാളെ ജീവിക്കാൻ സാധിക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചിന്തിക്കേണ്ടത്. നമ്മൾ എന്താണ് സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള വേർഡുകൾ മാത്രം യൂസ് ചെയ്യുക. കാരണം വാക്കുകൾക്ക് വളരെയധികം ശക്തിയുണ്ട്. വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്ന് പറയാനുള്ള കാരണം, ആ വാക്കുകൾ നമ്മൾ പറയുമ്പോൾ അതിനൊരു ഇമേജ് നമ്മുടെ ഉള്ളിലുണ്ടാകും. അതുകൊണ്ടാണ്, അതായത് നമ്മുടെ മനസ്സിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഇമേജും ഇമോഷനാണല്ലോ. അപ്പോൾ നമ്മളൊരു വാക്ക് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ പറയുകയാണ് എൻ്റെ രോഗം മാറണേ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ രോഗാവസ്ഥയിലുള്ളൊരു ഇമേജ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് അതായിരിക്കും ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടാകണേ. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഇമേജ് എന്ന് പറയുന്നത് നല്ല ആരോഗ്യമുള്ള വ്യക്തിയുടെ ഒരു ഇമേജ് ആയിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന്. മനസ്സിന് മനസ്സിലാകുന്നത് ഇമേജും ഇമോഷനും മാത്രമാണ്. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇമേജും ഇമോഷനുമായി അത് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഈ കാര്യത്തിലൊക്കെ സത്യങ്ങളുണ്ട്, അനുഭവങ്ങൾ പലതും കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ് എന്തുകൊണ്ടാണ് ഇന്ന് ഈ നിലയിലിരിക്കുന്നത്? കാരണം നമ്മൾ ചിന്തിച്ചത് നമ്മൾക്ക് വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ആയിരിക്കും. അതായിരിക്കാം ഒരു റീസൺ ഇങ്ങനെയൊക്കെ വരാനുള്ളത്. അപ്പോൾ എല്ലാവരും നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് കാണുക, നല്ലത് കേൾക്കുക, നല്ലത് പറയുക. നന്മകൾ മാത്രം എല്ലാവർക്കും വരട്ടെ. താങ്ക് യു സോ മച്ച്.